യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് യു.എസ്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അവകാശപ്പെട്ടു. മിസ്റ്റർ ട്രംപ് ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തി. അതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള 25% ഉൾപ്പെടും. മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിൽ 29 വയസ്സുള്ള ഒരാൾ വെടിയേറ്റ് മരിച്ചു. കൊലപാതകം അജ്ഞാതരായ അക്രമികൾ ക്യാമറയിൽ പകർത്തിയതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാക്ജിങ്ങിലെ താമസക്കാരനായ മേത്തി സമുദായത്തിൽപ്പെട്ട ഋഷികാന്ത് സിംഗ് എന്നയാളാണ് ചുരചന്ദ്പൂർ ജില്ലയിലെ കുക്കിസോ എന്ന ഭാര്യയെ സന്ദർശിക്കാൻ പോയതിന്റെ ഇടയ്ക്ക് മരിച്ചത്. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷിയായ ഡെൻമാർക്കിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് പ്രതിജ്ഞയെടുത്ത പ്രദേശത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു പുതിയ ബ്രോഷർ ഗ്രീൻലാൻഡ് സർക്കാർ പുറത്തിറക്കി. ഭക്ഷണവും വെള്ളവും ശേഖരിക്കുക, ആയുധങ്ങളും വെടിക്കോപ്പുകളും വേട്ടയാടുക എന്നിവയാണ് മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ C-295 സൈനിക വിമാനം സെപ്റ്റംബറിന് മുമ്പ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ്. ജയശങ്കർ പറഞ്ഞു. പ്രതിരോധ ശേഷിയുള്ള ഉൽപാദന ശേഷികൾ വളർത്തിയെടുക്കാനുള്ള ന്യൂഡൽഹിയുടെ പ്രതിബദ്ധത അദ്ദേഹം അടിവരയിട്ടു.